ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 17-ന്റെ 6 മുതൽ 8 വരെ. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ശിഷ്യന്മാർ ഏറ്റവും ഭയപ്പെട്ട് കവിണു വീണു. ലൂക്കോസ് പറയുന്നത് അവർ മേഘത്തിലായപ്പോൾ ശിഷ്യന്മാർ പേടിച്ചു എന്നാണ്. പത്രോസ് ഇതിനെക്കുറിച്ച് അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നും അപ്രകാര ശബ്ദമുണ്ടായി എന്ന് പറയുന്നു. മേഘം എന്നത് ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായിട്ടാണ് പഴയ നിയമത്തിലെല്ലാം നമ്മൾ വായിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും സംഖ്യാ പുസ്തകത്തിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലും വായിക്കുന്നു. യേശുവും മോശയും ഏലിയാവുമായി നടത്തിയ സംഭാഷണം ഗ്രഹിക്കാൻ ശിഷ്യന്മാർ താല്പര്യപ്പെട്ടിരിക്കും. അതറിയിക്കാൻ പിതാവ് മറ്റൊരു സമയം അനുവദിച്ചില്ല. ഈ നല്ല സമയം നഷ്ടമാക്കിയിട്ട് അവർ ഉറങ്ങി. ഉണർന്നപ്പോൾ കാര്യം ഗ്രഹിക്കാത്ത നിലയിൽ പറഞ്ഞു. ഇതിന് സ്വർഗത്തിലെ ഉത്തരം മോശയ്ക്കും ഏലിയാവിനും ചെവി കൊടുക്കാനല്ല, യേശുവിനെ ചെവി കൊടുക്കാനാണ്. നമ്മൾ യേശുവിനെ നോക്കാനാണ് കൽപ്പന. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നു. ഇവിടെ യേശു ദൈവമായി വെളിപ്പെടുന്നു. അവനാണ് കേന്ദ്രം. മോശ പുനരുദ്ധാനം ചെയ്യുന്ന വിശുദ്ധന്മാരെയും ഏലിയാവ് കർത്താവിന്റെ വരവിൽ തേജസ്കരണം പ്രാപിക്കുന്ന വിശുദ്ധന്മാരെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ 3 ശിഷ്യന്മാർ സഹസ്രാബ്ദത്തിൽ പ്രവേശിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന യഹൂദന്മാരെ കാണിക്കുന്നു. മലയുടെ അടിവാരത്തുള്ള ജനക്കൂട്ടം സഹസ്രാബ്ദകാലത്തെ അനുഗ്രഹങ്ങളിൽ പങ്കുകാരാകുന്ന ലോക ജനതയെ കാണിക്കുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുന്ന പ്രകാരം നമുക്ക് വ്യാഖ്യാനിക്കാം. ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു, കവിണു വീണു. യേശു അവരുടെ അടുത്ത് എന്നവരെ തൊട്ടു എന്ന് കാണുന്നു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ തലപൊക്കി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മോശയെയും ഏലിയാവിനെയും ഒന്നും അവിടെ കാണുന്നില്ല. ഇത് ദൈവത്തിന്റെ ലക്ഷണമാണ്. അതായത് ദൈവമാണ് നമ്മുടെ കേന്ദ്ര വിഷയം. അന്നാളിൽ ഇസ്രായേൽ അവനെ മശീഹയായി അംഗീകരിക്കും. ഈ ദിവ്യ ദർശനം ഭൂമിയിൽ സ്ഥാപിതമാകുന്ന രാജ്യത്തിന്റെ സാദൃശ്യമാണ്. പത്രോസ് പറയുന്നത് ഈ ദർശനം പ്രവചനവാക്യം അധികം സ്ഥിരമാകുന്നുവെന്നാണ്. അതായത് പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ അതുണ്ട്. അപ്പോൾ യേശു കടന്നു വന്ന് അവരെ സ്പർശിച്ചു. അവന്റെ സമീപനം അവരുടെ ഭീതി അകറ്റി. ഇതുപോലെയുള്ള രംഗത്ത് ക്രിസ്തു യോഹന്നാന്റെ മേലും ദാനിയേലിന്റെ മേലും വലം കൈ വെച്ചതായി നമ്മൾ കാണുന്നു. അവന്റെ കൈകളുടെ സ്പർശം രോഗശാന്തി, ബലം, ആശ്വാസം എന്നിവ പകരുന്നു. അവർ തലപൊക്കി, അല്ലെങ്കിൽ നിലംപരിചായി കിടന്നവർ എഴുന്നേറ്റു. ഇപ്പോൾ മോശയും ഏലിയാവും അവിടെയില്ല. മോശയും ഏലിയാവും പോകും, എന്നാൽ യേശു എന്നും നമ്മോട് കൂടെയുണ്ട്. അവർ അവന്റെ സ്പർശനത്താലും വാക്കുകളാലും ധൈര്യം പ്രാപിച്ചു. എല്ലാവരും പോയാലും മാറാത്തവനാണ് നമ്മുടെ രക്ഷകൻ. അവനും അവന്റെ വാക്കുകളും മാറുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നത്. മറുരൂപമല മുഴുവനും പ്രകാശമായിരുന്നു. പത്രോസിന് അടുത്ത പരിപാടിയെക്കുറിച്ച് വലിയ നിശ്ചയമില്ലെങ്കിലും മലയിൽ നിന്നും ഇറങ്ങിപ്പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ചു. നമ്മൾ ദൈവിക വെളിച്ചത്തിലായാൽ അടിവാരത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ താല്പര്യപ്പെട്ടു എന്ന് വരില്ല. എന്നാൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അതും ആവശ്യമാണ്. തുടർന്നുള്ള ഭാഗം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദിനംതോറുമുള്ള ക്രൂശിന്റെ പാതയേക്കാൾ മറുരൂപമലയിലെ സംസർഗം കൂടുതൽ ആസ്വാദ്യകരമായി ഒരു പക്ഷെങ്കിൽ തോന്നാം. ഒരു ദൈവദാസന്റെ വാക്കുകൾ
ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ്: പ്രിയ കർത്താവേ, മതം എന്നത് പള്ളിയിലും മുറിക്കുള്ളിലും ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്ന് എന്നെ ഗ്രഹിപ്പിക്കണമേ. പ്രാർത്ഥനയിലും ധ്യാനത്തിലും അത് പരിമിതപ്പെടുത്താതെ ഞാൻ ആയിരിക്കുന്നിടത്തൊക്കെയും നിന്റെ സാന്നിധ്യത്താലായിരിക്കാൻ കൃപ ചെയ്യണമേ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസവും പ്രത്യാശയും സമാധാനവും. അവരെ നിലംപരിചായി കിടക്കുമ്പോൾ കർത്താവ് അവരെ സ്പർശിച്ചു. നമ്മൾ ഒരു പക്ഷെങ്കിൽ താണുപോകാവുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് തൻ്റെ കരങ്ങളാൽ നമ്മളെ സ്പർശിക്കുന്നവനാണ്. ആ സ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കാം. അത് നമ്മുടെ ആസ്വാദ്യകരമാക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ അധൈര്യത്തിൻ്റെ മധ്യത്തിൽ, ഭയത്തിൻ്റെ മധ്യത്തിൽ, അസമാധാനത്തിൻ്റെ മധ്യത്തിൽ അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങളെ സ്പർശിക്കുകയും ചെയ്യണമേ. പലവിധ കാരണങ്ങളാൽ ജീവിതത്തിൽ ഞങ്ങൾ ഭയമുള്ളവരാണ്, ആശങ്കയുള്ളവരാണ്. എന്നാൽ കർത്താവിൻ്റെ കരസ്പർശം ഞങ്ങൾക്ക് ധൈര്യവും പ്രതീക്ഷയും നൽകുന്നതോർത്ത് സ്തോത്രം. ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും ആ ഒരു വലിയ ബോധ്യത്തിലും തിരുസാന്നിധ്യത്തിലുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സംസർഗവും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.